ഇന്ന് നമുക്ക് മലയാള പാഠപുസ്തകത്തിലെ കുറച്ച് PYQs പരിചയപ്പെടാം. ഇതൊക്കെ ഈ റീസെന്റ് വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ PYQs നമ്മൾ കൂടുതൽ കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ആദ്യം പാഠപുസ്തകമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ലോകവന്ധ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം, ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി എന്ന് ഗാന്ധിജിയെ പറ്റി പരാമർശിച്ച എഴുത്തുകാരൻ ആരാണ്? ബഷീർ ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിലാണ് ഇങ്ങനൊരു പരാമർശം നടത്തിയത്. ഇനി ബഷീറിനെ ബേസ് ചെയ്തിട്ട്, ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തെ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ദേശസ്നേഹം തുളുമ്പുന്ന ഈ വരികൾ എഴുതിയതും ആര് തന്നെയാണ്? ബഷീറാണ്, ഓർമ്മക്കുറിപ്പ് എന്നുള്ള പുസ്തകത്തിൽ. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഓർമ്മക്കുറിപ്പുമായിട്ട് കണ്ടു. അപ്പൊ SCERT മലയാളം പാഠഭാഗങ്ങൾ നിങ്ങൾ ഗ്രാമറിനോടൊപ്പം തന്നെ പഠിക്കണം. മലയാളത്തിൽ നിന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ കടന്നു വരാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ, മണ്ഡകൊണേശന്മാരായ പുരുഷവൃന്ദങ്ങൾക്ക് എന്തറിയാം? ഡുങ്കു ഡുങ്കു. ഈ വരികൾ ഉൾപ്പെടുന്ന കൃതി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? എഴുത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും, പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക്. പാത്തുമ്മയുടെ ആട് ആണ്. ആരുടെയാണ്? ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലെ വരികളാണിത്, അല്ലെ? അടുത്ത നോക്കിക്കേ, അയമത്, ഉമ്മു എന്നീ കുട്ടികളുടെ കഥ പറയുന്ന മലയാള നോവലാണ് ഏത്? രണ്ട് കുട്ടികളുടെ കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പം കുട്ടികളുടെ പേര് അയമത്, ഉമ്മു എന്നീ കുട്ടികളുടെ കഥ പറയുന്നത് ഏതാണ്? ദൈവത്തിന്റെ കണ്ണ്. NB മുഹമ്മദിന്റെ ദൈവത്തിന്റെ കണ്ണ്. മറന്നു പോകണ്ട, PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയൊക്കെ. SCERT പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം ഒരു സിനിമയാണ്. ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്തും ഇത് ചോദിക്കാം. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയാണ് കൊടിയേറ്റം. 1978 ചലച്ചിത്രമായത്. ആ ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരെന്താണ്? കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് ശങ്കരൻ കുട്ടി എന്നാണ്. ശങ്കരൻ കുട്ടിയായിട്ട് അഭിനയിച്ചത് ആരാണ്? മലയാളത്തിലെ മികച്ച നടനായിട്ടുള്ള ഭരത് ഗോപിയാണ് ശങ്കരൻ കുട്ടിയായിട്ട് അഭിനയിച്ചത്. അപ്പൊ കുറച്ചധികം പോയിന്റ്സ് പഠിച്ചല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ SCERTയും പാഠഭാഗങ്ങളും എല്ലാ ബേസിക് ക്ലാസ്സുകളും അടങ്ങിയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ് PSC പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും നിങ്ങൾക്ക് ആദ്യത്തെ ലെവലിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ക്ലാസ്സുകളാണ്. ഫൗണ്ടേഷൻ ബാച്ചുകൾ CC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ഉണ്ടാകും അവിടെ അധ്യാപികയായിട്ട്. താല്പര്യമുള്ളവര് ഞങ്ങളെ കണക്ട് ചെയ്യുക.